എന്താ ഈ പൊളിച്ചു കുത്തിയിരിക്കുന്ന ഇത് ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പം അവര് ഈ ബ്ലഡ് ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു NGO ആണ്. അപ്പം അത് ആഡ് വന്നപ്പോഴാണ് ഈ കിറ്റ് ഓർഡർ ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പം അത് ഞാൻ ഓർഡർ ചെയ്ത് എന്നാ വന്നത്. അപ്പൊ അതിന്റെ എന്നിട്ട് നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള് കിറ്റ് ഓർഡർ ചെയ്ത് എന്താ പരിപാടി ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ ഓർഡർ ചെയ്താണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പറഞ്ഞ പോലെ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. അല്ല എന്തിന്റെ കിറ്റാ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നോക്കട്ടെ, തുറന്നോക്കിയാൽ അറിയുള്ളൂ. അല്ല, കിറ്റ് എന്താന്ന് എനിക്കറിയാം, ഈ DKMS എന്താന്ന് എനിക്കറിയാം. DKMS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊരു മോട്ടോ തന്നെ വി ഡിലീറ്റ് ബ്ലഡ് ക്യാൻസർ എന്നാണ്. വെച്ചാൽ ഇവര് ഈ ബ്ലഡ് ക്യാൻസറിനെതിരെ പോരാടുന്ന ഒരു NGO ആണ് ബേസിക്കലി. എവിടെ നമ്മുടെ കേരളത്തിലില്ല? കേരളത്തിലല്ല, ഒരു ബേസിൽ ഇന്ത്യ തന്നെയാണ് ഇവര്. അല്ല, ഒരു ഗ്ലോബൽ NGO ആണ്. അവർക്ക് ഇന്ത്യയിലും ഓഫീസ് ഉണ്ട്, ബാംഗ്ലൂരാണ് ഇവരെ ഓഫീസ് വരുന്നത്. അല്ല നമ്മളെ കേരളത്തിലുണ്ടോ? കേരളത്തിലല്ല, ഇവിടെ ഓഫീസ് ഇവിടെയാണ്. എവിടെ നിന്നുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് വേണമെങ്കിൽ കിറ്റ് വാങ്ങാം. ഇതിന്റെ കിറ്റിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. അല്ല നിങ്ങൾ ഈ ആഡ് എവിടെയാ ഉണ്ടത്? ഞാൻ യൂട്യൂബിൽ കണ്ടത്. ഫുൾ ടൈം യൂട്യൂബിലാണല്ലോ. നമ്മളീ കുറെ യൂട്യൂബിൽ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോരാ. ഒരു ദിവസം നമ്മൾ ഇരുന്ന് കണ്ടു വെക്കരുത്. അതൊരു ഉപകാരമുള്ള കാര്യം തോന്നിയപ്പോ പിന്നെ ഞങ്ങളൊന്ന് ഓർഡർ ചെയ്യാറുണ്ട്. അല്ല ഓരോ കിറ്റ് എന്തിനാ തരുന്ന, അതുകൊണ്ടുള്ള ഉപയോഗം എന്താ? ഈ കിറ്റ് എന്ന് പറയുമ്പോ ഞാൻ ആദ്യം തൊട്ട് പറയേണ്ടി വരും. അപ്പം ബ്ലഡ് ക്യാൻസർ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അറിയാലോ എത്രത്തോളം അത് എഫക്ട് ചെയ്യുന്ന ആള് മാത്രമല്ല, അവരുടെ ഫാമിലിയുടെ വരെ പടപടലം ടെലിഫോണാക്കാൻ പറ്റിയൊരു അസുഖമാണ് എന്ത് ക്യാൻസർ. അപ്പൊ അതില് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് അത്രയും ഒരു എന്താ പറയാ, അത്രയും ബുദ്ധിമുട്ടായ സ്റ്റേജാണ്. ഈ ബ്ലഡ് ക്യാൻസർ വരുന്ന രോഗീനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന പറഞ്ഞാല് വിശ്വസിക്കുക, അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. എന്താണ് ഇതായിപ്പൊന്നല്ല, ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു കിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണ് പറയുന്നത്. വേറെ കാര്യം, ബ്ലഡ് ക്യാൻസർ കിറ്റ് ഞാനിപ്പോ തുറന്നിട്ടുള്ളൂ, അപ്പൊ എനിക്ക് അറിയാം. നോക്കട്ടെ ഞാൻ. ഇതില് കിറ്റ് തുറന്നപ്പോ എന്താ ഒരു കൺസെന്റ് ഫോം ആണ്. നമ്മൾ ഈ സ്വാബ് കൊടുക്കുന്നതിന്റെ കൺസെന്റ് ഫോം ആയിരിക്കും. ആണ് കൺസെന്റ് ഫോം സ്വാബിന്റെ ആണ്. പിന്നെ ഒന്നുള്ളത് ബാർകോഡും അഡ്രസ്സും, പിന്നെ നമ്മളെ ഈ ഞാൻ നിന്റെ നമ്പറും നിന്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തത്, കോണ്ടാക്ട് നമ്പർ ആയി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ 2 ബാർകോഡും കാണുന്നുണ്ട്. പിന്നെ ഇതിലും സെയിം സംഗതികളൊക്കെ തന്നെയാണ്. ഡോണർ ID അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഈ സ്വാബ് കിറ്റ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഇതിലവർ തന്നിരിക്കുന്നത്. ഈ ബ്ലഡ് ക്യാൻസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഓരോ 5 മിനിറ്റിലും ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ. അത് കുഴപ്പമില്ല, അതിനിപ്പോ എന്താ, സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ ഒരാളല്ല. സീരിയസ് ആയിട്ട് പറയാം, സീരിയസ് ആയിട്ടുള്ള അല്ല. അപ്പം ഓരോ 5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരാള് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ അക്കോർഡിംഗ് ടു ദ കണക്ക് സൂചിപ്പിക്കുന്നത്. അല്ല, നമ്മുടെ ഗവൺമെന്റിന്റെ കണക്ക് സൂചിപ്പിക്കുന്നത് ഒരാൾ 5 മിനിറ്റിൽ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ അല്ല, ബ്ലഡ് ക്യാൻസർ, ഫിസിക്കലി ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ബ്ലഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെം സെൽസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിൽ തന്നെ നമ്മൾ ഈ ബോൺ മാരോ, ഇതിന്റെ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ബോൺ മാരോയില് സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ DKMS-ഉം അതുപോലെ ഇങ്ങനെയുള്ള NGOs ഒക്കെ ചെയ്യുന്നത്. ഇവരെ ജീവൻ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ നമുക്കൊരു നമ്മളെ ഒരു എഫേർട്ടും ഇല്ല, ശരിക്കും പറഞ്ഞ ഒരു എഫേർട്ടും ഇല്ല, ഇല്ലാത്ത ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്ത് ഒഴുകിക്കൊടുക്കും. അത്രേ ഉള്ളത്. അപ്പൊ ഇതിന് വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ
ബ്ലഡ് സെൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് പോലെ തന്നെയാണ്. ഓരോ സ്റ്റെം സെൽസിനും ഓരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് മാച്ച് ആയാൽ മാത്രമേ ഇവർക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഡോണർ എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെം സെൽസ് ഡൊണേഷൻ എന്ന് പറഞ്ഞാല് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സെയിം കാറ്റഗറി വരണം, ഈ ബ്ലഡ് കൊടുക്കുന്ന പോലെ തന്നെ. അപ്പൊ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂട്ടായ വരെ ഇത് ഒരു ഈ ബ്ലഡ് ക്യാൻസർ ഒക്കെ വരുന്ന രോഗികളിൽ ഒരു 30% നമുക്ക് ഈ സ്റ്റെം സെൽസ് നമ്മളെ ഫാമിലിയിൽ തന്നെ കണ്ടെത്താൻ പറ്റും. അല്ലാത്തൊരു 70% ആൾക്കാർക്ക് ഇത് കിട്ടൂല. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഇവരാരുടെ ഡാറ്റാബേസ് ആണ് ഈ NGO ഉണ്ടാക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. അല്ല അതാ ആ ഒരു ഡാറ്റാബേസ് ആണ് ഇവരുണ്ടാക്കുന്നത്. നമ്മളെ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട്, അല്ല മീൻസ് ബ്ലഡ് അല്ല, ഈ സ്റ്റെംസ് നമ്മൾ ഈ സ്വാബ് വെച്ചിട്ട് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ മാച്ച് ചെയ്യുന്ന ഒരു ഡോണറെ കിട്ടുക. സപ്പോസ് ഒരു പേഷ്യന്റിന് മാച്ച് ചെയ്യുന്ന ഒരു ഡോണറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ് ഇവർ ഇൻട്രൊഡ്യൂസ് അല്ല, അവർ ഓൾറെഡി കുറച്ച് കാലമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോഴേ അറിയുന്നതേ ഉള്ളൂ. ഞാൻ വേറെ യൂട്യൂബൊന്നും ചെയ്തിട്ട് ഇത് കണ്ടിട്ടില്ല, കുറെ വീഡിയോസ് കാണുന്നില്ല. അപ്പൊ അതാണ് ഈ സംഗതി. അതുപോലെ ഈ സ്റ്റെം സെൽസിന്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൺ മാരോയില് ബ്ലഡ് സെൽസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം അതിൽ തന്നെ ഈ റെഡ് ആൻഡ് വൈറ്റ് അല്ല, അങ്ങനെ അറിയല്ല. ഈ നമ്മളെ പേഷ്യന്റിന്റെ ബോൺ മാരോയില് റെഡ് ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യണല്ലോ. അപ്പൊ ഈ അസുഖം വന്ന ആൾക്കാർക്ക് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഈ ബ്ലഡ് സെൽസ് ഈ സ്റ്റെം സെൽസ് റീപ്ലേസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ പറയുന്നത് ഡോക്ടേഴ്സ്. ചെയ്തു കഴിഞ്ഞാൽ രോഗി രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സംഗതിയാണ്. അപ്പൊ അതിന് നമുക്കൊരു കിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതായിരിക്കും അതിന്റെ കിറ്റ്. അതെ, ഇതാണ് അതിന്റെ കിറ്റ്. ഇതിലുള്ളത് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസും ബാക്കി സംഗതികളാണ്. ഇതിൽ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളൊരു XLA ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ, നമുക്ക് നമ്മുടെ സെൻസൽസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഡോണർക്ക്, പിന്നെ ഒരു പേഷ്യന്റിന്. XLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 140 കോടി ജനങ്ങളുടെ മേലെ ഇന്ത്യയില് പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ ആകെ എനിക്ക് തോന്നുന്നൊരു മാക്സിമം ഒരു 6 ലക്ഷം ആൾക്ക് അവർ XLA ടൈപ്പ് എന്താണെന്ന് അറിയുള്ളൂ. ഈ XLA ടൈപ്പ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ലിങ്ക് താഴെ ഉണ്ട് എന്ന് പറയാൻ ഞങ്ങളെ ലിങ്ക് ഒന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിളിലോ പോയി സെർച്ച് ചെയ്താൽ മതി എന്താണ് ഈ XLA ടൈപ്പ് എന്നുള്ളത്. അപ്പം അത് മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതിങ്ങനെയല്ല, അങ്ങനെ ആ മറ്റേ കോലുമായിട്ട് അതിന്റെ കൂടെ കിട്ടിയ സാധനം. അത് പറഞ്ഞുതരാം. അപ്പം ഇത് പറഞ്ഞു തന്നത്, ഇത് നമ്മൾ മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ 1 in a million പോസിബിലിറ്റി ആണ്, അല്ലെ പ്രോബിലിറ്റി ആണ് ഇവര് പറയുന്നത്. 1 million എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരാ ഈ പറയും? എന്റെ മോളെ, ഈ വീട് കൂടെ നാളെ ഓടിക്കും. 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 10 ലക്ഷമാണ്. അപ്പൊ 10 ലക്ഷത്തിൽ ഒരാളാണ് ആ മാച്ചിങ്ങിന്റെ ഒരു പ്രോബിലിറ്റി അവര് പറയുന്നത്. അപ്പൊ അത്രയും ആൾക്കാരത് മറ്റേ ഈ ടെസ്റ്റ് അല്ലെ സാമ്പിൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇവരെ മാച്ച് ചെയ്യുന്ന ആളെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു വലിയ ഉദ്ദേശത്തില് സഞ്ചരിക്കുന്ന ഒരു NGO ആണിത്, BKMS. അപ്പൊ ഇതാണ് ഇതിന്റെ കിറ്റ് ഇവര് തന്നിരിക്കുന്നത്. ഇതിന്റെ സ്വാബിന്റെ ഈ ടെസ്റ്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഇവര് പറഞ്ഞിട്ട് കണ്ടോ. ഇത് വായയുടെ ഉള്ളില് ഈ സംഗതി വെച്ചിട്ട് റബ്ബ് ചെയ്യാനാണ് പറയുന്നത്. അത് നമുക്ക് വായിച്ചു നോക്കിയിട്ട് ചെയ്യാം. അതിന് എന്ത് ചെയ്യാൻ പോവാ? നിങ്ങള് ടെസ്റ്റ് ചെയ്യണ്ട? അപ്പൊ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നേ? പറയുന്നത് കോലിന്റെ പേരെന്താ? പക്ഷെ ഇത് മാതിരി ഉണ്ടല്ലേ, ബഡ്സ് മാതിരി ഉണ്ടല്ലേ. കൊറോണ മൂക്കിലിട്ട് ഓർമ്മിപ്പിക്കല്ല എന്റെ പൊന്നോ.
ആ, ഇതാണ് ഈ സ്വാബ് എന്ന് പറയുന്നത്. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് ഒരു സ്വാബ് എടുത്തിട്ട് നമ്മളെ ഷീറ്റിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലത്തെ ഭാഗം ഞാൻ കാണിച്ചാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് 1 മിനിറ്റ് റബ്ബ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്. അപ്പൊ നമുക്കത് ചെയ്യാം. അത് എടുത്തിട്ട് നമ്മൾ ഈ റൈറ്റ് ഷീറ്റ് ആദ്യം ചെയ്യാം അല്ലേ. Oh my God. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും നിങ്ങൾ 1 മിനിറ്റ് റബ്ബ് ചെയ്ത്? അലാറം. അപ്പൊ നമ്മള് റൈറ്റ് ഷീറ്റില് റബ്ബ് ചെയ്ത്, ഇനി അടുത്തത് നമ്മൾ ലെഫ്റ്റ് ഷീറ്റില് റബ്ബ് ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോ എന്താ ഓർമ്മ വരിക അറിയോ? പണ്ടൊരു പരസ്യം ഇല്ലേനോ, എന്താ ചെക്ക നിന്റെ കൈ ഇത്ര സ്ലോ ആണോ, കഴുകിക്കോ കഴുകിക്കോ പറഞ്ഞിട്ടൊരു പരസ്യം ഇല്ലേനോ, ലൈഫ് ബോയിന്റെ എങ്ങാണ് ക്യാമാര് തോന്നുന്നു കിടന്നൊക്കെ വരയ്ക്കുന്ന കാണുമ്പോ. നല്ല കാര്യത്തിന് നമുക്ക് കഷ്ടപ്പെടുന്നത് ശരാ. നല്ലോണം റബ്ബ് ചെയ്യണം. വേറെ കാര്യം, നമ്മൾ ഈ റബ്ബ് ചെയ്ത ഈ 2 സ്ലാബ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുന്തമുന അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കരുത്. മീൻസ് ഈ 2 സംഗതി ഉണ്ടല്ലോ, അടുത്ത സാമ്പിൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കരുത്. അതാണ്. അപ്പം 3ാമത്തെ സ്ലാബ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അപ്പർ ഭാഗവും താഴത്തെ ഭാഗവും ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യാനാ പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ മൊത്തത്തിൽ നമ്മളെ റൊട്ടേറ്റ് ചെയ്യും. പല്ല് തേക്കുന്നവരെയുണ്ട്. രാവിലത്തെ പല്ല് തേപ്പും കുളിയും ഞാനിപ്പോൾ ഒരു താഴെയും എന്നിട്ട് ഈ ഷീറ്റിന് മൊത്തമായിട്ട് എടുത്ത് ഇത് 1 മിനിറ്റ്. അപ്പൊ നമ്മള് ഈ 1 മിനിറ്റ് വെച്ചിട്ട് 3 ടാബും റബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് ഇങ്ങനെ ഈ കുന്തമുള കത്തിക്കാതെ 2 മിനിറ്റ് വെക്കണം. അതിന്റെ ശേഷം എന്താ ചെയ്യേണ്ടത് ടൈം ചെയ്യാൻ പറ്റില്ല. നമ്മളത് 2 മിനിറ്റ്സ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ തന്ന ഈ എൻവലപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ 3 സ്ലാബും ഇടുക. ഇതിലേക്ക് ഇതിലേക്ക് അത് 3 പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഒരു എന്തോ ഒരു ഇതുണ്ട്, ഇത് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത് ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വന്ന കിറ്റിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു എൻവലപ്പും കൂടെ അവർ തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ്ലി ഇതിന്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സാമ്പിൾസ് ഡയറക്റ്റ്ലി പോകുന്നത് ജർമ്മനിക്കാണ്. അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ലെങ്കിലും ഫീസ് നമ്മൾ അടയ്ക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുത്താൽ പെട്ടി ഉണ്ടല്ലോ, എന്തായാലും പറയുന്നത് കുട്ടി വാങ്ങിച്ച് അത് വിട്ടാലും മതി. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവരെത്തിച്ചോളും. നമുക്കൊരു രൂപയുടെ ചിലവില്ല, വാങ്ങാനും ചിലവില്ല, കൊടുക്കാനും ചിലവില്ല. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നുള്ളത്. നമ്മൾ ഈ സംഗതി ഇതിലിട്ടിട്ട് നേരെ ഇത് കണ്ടോ, ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, കാണുന്നില്ല. ഈ സ്റ്റിക്കർ പറിച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല്, അയ്യോ ഇതിലൊരു സാധനം കൂടെ ഇടാനുണ്ട്, മറന്നുപോയി. നമ്മളെ കൺസെന്റ് ഫോം ഇല്ലേ, അതും കൂടെ സൈൻ ചെയ്ത് ഇതിലിടാം കേട്ടോ. അപ്പൊ അതൊന്ന് സൈൻ ചെയ്യാൻ നമുക്ക് കൺസെന്റ് ഫോമും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളുണ്ട്, നമുക്ക് ഇതിനുള്ളിൽ ആ ബാർകോഡും കൂടെ പ്രവർത്തിക്കാനുണ്ട്. മറന്നുപോയി. ഈ ഒരു ബാർകോഡ് ഉണ്ടല്ലേ, നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന ബാർകോഡില്ലേ, ഇത് പറിച്ചിട്ട് ഇവിടെ ഈ ബാർകോഡ് ഒട്ടിക്കുക. അതിന്റെ ശേഷം നമ്മൾ ആ കൺസെന്റ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെന്റ് ഫോമിലൊന്നുമില്ല, ഒന്ന് നമ്മൾ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളെ മാച്ച് ആയിട്ടുള്ള ലോകത്ത് എവിടെയുള്ള ആളെ നമുക്ക് മാച്ച് ആയിട്ട് കിട്ടും. എനിക്ക് ക്യാൻസർ വരാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഡോണർ എവിടുന്ന് വേണമെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനും ഇവരെ ഈ ഡാറ്റാബേസിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടാനും പറ്റും നമുക്ക്. അതിലൊരു സൈൻ ചെയ്തിട്ട് നമുക്ക് അതിൽ
ഇതും കൂടെ നമ്മള് ഈ ഫോമിന്റെ ഉള്ളില് ഈ എൻവലപ്പിൽ ഇടുക കേട്ടോ. അപ്പം ഈ കൺസെപ്റ്റ് ഫോമും പിന്നെ നമ്മളെ ലാബും രണ്ടും ഇതിലിട്ടിട്ട് ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് പോയാൽ ഞാൻ കാണിച്ചത് ഇതുണ്ടോ, ചെക്ക് ഇഫ് യു ഹാവ് ഇൻക്ലൂഡഡ് സൈൻ കൺസെന്റ് ഫോം, വെറുതെ ഒരു ടിക്കറ്റ് കൊടുത്ത് സ്വാബ് എന്നത് സാമ്പിൾസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഗതി. അതിന് ബാർകോഡ് ഒട്ടിക്കാറില്ലേനോ? ഇതിൽ ബാർകോഡ് ഇല്ല. അപ്പൊ അതില് 2 ബാർകോഡ് അല്ല, അതൊന്നും പോയാൽ അവർ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും മിസ്പ്ലേസ് അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാർകോഡ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഒരു ബാർകോഡ് എടുത്താൽ മതി. ഇതിന് സാമ്പോ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് അയക്കേണ്ടത് എല്ലാം അവർ നോക്കിക്കോളും. അപ്പൊ ഇതാണ് സംഗതി. ഇത് നേരെ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കോളും. എന്നിട്ട് നമ്മളെ സാമ്പിളിന് മാച്ച് ആയിട്ട് ലോകത്ത് എവിടെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അവർ ഡാറ്റാബേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവർ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വെറുതെ നോക്കി നിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ രചിക്കും. ജീവന ജീവി. അപ്പൊ എല്ലാരോടും ഇതിപ്പോ നമ്മളെ ചാനൽ ഇട്ട് കഴിഞ്ഞാല് 1 2 3 4 എന്ന് പറഞ്ഞായിരിക്കും 20 ആളെ കാണാനുള്ളൂ. പക്ഷേ ഇത് പറ്റുക നമ്മളങ്ങനെ വേറെ വീഡിയോയിലൊന്നും അങ്ങനെ പറയാമല്ലോ. പക്ഷെ ഇത് പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അറിയുന്നത് നമ്മളൊന്നും അറിയുന്ന 20 ആള് ഇത് കണ്ടിട്ട് മാമാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിലൂടെ ചെയ്യുന്ന ഒരു നല്ല കാര്യമായി മാറും അല്ലേ? നമ്മള് തമാശയിൽ പറഞ്ഞാണെന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ആ രീതിയിൽ എടുത്തിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ അതിന്റെ താഴെത്തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി നിങ്ങളെ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇതേപോലെ തന്നെ അയച്ചു കൊടുത്താൽ മതി. അപ്പം എല്ലാവരും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമ്മളെ കൊണ്ട് ഒരു ജീവനെങ്കിലും രക്ഷപ്പെടും. ആയിക്കോട്ടെ, എന്നാ ശരി.